1983 ജൂൺ 25 ബോംബെ നഗരത്തിലെ ബാന്ദ്രയിലെ സാഹിത്യ സഹവാസ് കോളനിയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ കുറെ ആളുകൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷന് മുന്നിൽ കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. ടെലിവിഷനിൽ ലോർഡ്സിൽ നിന്നുള്ള ക്രിക്കറ്റ് ലോകകപ്പ് മത്സരം തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. സാഹിത്യ സഹവാസ് കോളനിയിലെ താമസക്കാരനായ മറാത്തി കവിയും നോവലിസ്റ്റും അധ്യാപകനുമായ രമേശ് ടെണ്ടുൽക്കറുടെ അപ്പാർട്ട്മെന്റിനുള്ളിൽ ടെലിവിഷൻ സെറ്റിലേക്ക് കണ്ണും നട്ടിരുന്നവരിലേറെയും ക്രിക്കറ്റ് കളിയുടെ കടുത്ത ആരാധകരൊന്നുമായിരുന്നില്ല. ക്രിക്കറ്റിന്റെ നിയമങ്ങൾ അറിയുന്നവർ പോലും നന്നേ കുറവ്. രമേശ് ടെണ്ടുൽക്കറുടെ മക്കളിലൊരാളായ അജിത് വീടിന്റെ ബാൽക്കണിയിലേക്ക് വന്നു. സച്ചിൻ, ഇവിടെ വരൂ, നിനക്കൊരു അത്ഭുതം കാണാം, അജിത് വിളിച്ചു പറഞ്ഞു. പൊടുന്നനെ ഒരു 10 വയസ്സുകാരൻ കളിക്കളം ഉപേക്ഷിച്ച് അജിത് ടെണ്ടുൽക്കർക്കരികിലേക്ക് ഓടി. ജ്യേഷ്ഠൻ പറഞ്ഞ അത്ഭുത കാഴ്ച കാണാൻ സച്ചിൻ എന്ന 10 വയസ്സുകാരൻ ടെലിവിഷന് മുന്നിൽ ഇരിപ്പുറപ്പിച്ചു. രമേശ് ടെണ്ടുൽക്കറുടെ ഇളയ മകനായിരുന്നു ഈ വികൃതി പയ്യൻ. പലപ്പോഴും അവന്റെ കുസൃതികൾ കോളനിയിലെയും സ്കൂളിലെയും കുട്ടികളെ ഉപദ്രവിക്കുന്നതുവരെ ചെന്നെത്തിയിരുന്നു. തന്റെ മറ്റു മക്കളെപ്പോലെ അത്ര സൗമ്യനല്ല സച്ചിൻ. ഒരുപക്ഷെ 1973 അവൻ പിറന്നതുകൊണ്ടാവാം. രമേശ് ടെണ്ടുൽക്കർ ഭാര്യയോടും സുഹൃത്തുക്കളോടും പറഞ്ഞു ചിരിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും മോശം കാലഘട്ടമാണ് 1973. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പം രേഖപ്പെടുത്തിയ വർഷം, വരൾച്ചയും തൊഴിൽ സമരങ്ങളും രൂക്ഷമായ വർഷം, ബോംബെ നഗരത്തിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ പലതും സാമ്പത്തിക പ്രതിസന്ധിയിൽ അടച്ചുപൂട്ടിയ വർഷം, ജനാധിപത്യ വ്യവസ്ഥയെ കളങ്കപ്പെടുത്തും വിധം സഞ്ജയ് ഗാന്ധി അധികാരം നിയന്ത്രിച്ച വർഷം. 1973 ഏപ്രിൽ 24 പിറന്ന സച്ചിൻ കുഴപ്പക്കാരനായില്ലെങ്കിലേ അതിശയത്തിന് വകയുള്ളൂ. രമേശ് ടെണ്ടുൽക്കർ തമാശയായി സുഹൃത്തുക്കളോട് പറഞ്ഞു ചിരിച്ചു. എങ്കിലും സാഹിത്യകാരനായിരുന്ന അദ്ദേഹത്തിന് തന്റെ മകൻ കുരുത്തക്കേടുമായി വളരുന്നതിൽ തെല്ലും താല്പര്യമുണ്ടായിരുന്നില്ല. മറ്റുള്ളവരോട് സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പെരുമാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം മകന് ഉപദേശം നൽകി. ക്രിക്കറ്റിനോട് വളരെ താല്പര്യമുള്ള ആളായിരുന്നു സച്ചിൻ. വീട്ടിലെ മറ്റുള്ളവർക്കാകട്ടെ താല്പര്യം സംഗീതത്തോടും. തന്റെ ഇളയ മകന് പേര് നൽകുമ്പോൾ പോലും സംഗീതവും മനസ്സുമായുള്ള ഇഴയടുപ്പം രമേശ് ടെണ്ടുൽക്കറിൽ പ്രതിഫലിച്ചു. ഗായകനും സംഗീത സംവിധായകനുമായിരുന്ന സച്ചിൻ ദേവ് ബർമന്റെ പേരിനെ അനുസ്മരിച്ചുകൊണ്ടാണ് രമേശ് ടെണ്ടുൽക്കർ മകന് സച്ചിൻ എന്ന പേര് നൽകിയത്. 1983 ലോകകപ്പ് മത്സരത്തിൽ കപിൽ ദേവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കറുത്ത കുതിരകളായി മാറി. ലോർഡ്സിന്റെ ഗാലറികളിൽ ഇന്ത്യൻ ആരാധകർ ഇന്ത്യ ഇന്ത്യ എന്ന് ആർത്ത് വിളിച്ചു. ബാന്ദ്രയിലെ സാഹിത്യ സഹവാസ് കോളനിയിൽ ടെലിവിഷൻ സെറ്റിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്ന ആഭാലവൃദ്ധൻ ജനങ്ങൾ ആവേശത്തിരയായി ഉയർന്നു പൊങ്ങി. ഇതിനിടയിൽ കാശ്മീരിൽ പോയി മടങ്ങിയെത്തിയ ചേച്ചി സവിത സച്ചിനൊരു ചെറിയ ക്രിക്കറ്റ് ബാറ്റ് സമ്മാനമായി നൽകി. അപ്രതീക്ഷിതമായി ലഭിച്ച സമ്മാനം കണ്ട് അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അജിത് ടെണ്ടുൽക്കർ ആ ബാറ്റ് ഉപയോഗിച്ച് നന്നായി കളിക്കാൻ സച്ചിന് പരിശീലനം നൽകിക്കൊണ്ടിരുന്നു. കോളനിയിലെ 90 ചതുരശ്ര അടി വിസ്തീർണമുള്ള കളിക്കളത്തിൽ സമയം കിട്ടുമ്പോഴൊക്കെ സച്ചിൻ ക്രിക്കറ്റും ടെന്നീസും കളിച്ചു. പന്തിന്റെ ലൈനും ലെങ്തും ബൗളറുടെ കയ്യിൽ നിന്ന് പന്ത് സ്വതന്ത്രമാകുമ്പോൾ തിരിച്ചറിയാനുള്ള ഒരു സിദ്ധിയും സച്ചിനുണ്ടെന്ന് അജിത് ഇതിനിടയിൽ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പക്ഷേ അവൻ മികച്ചൊരു ക്രിക്കറ്ററായി മാറണമെങ്കിൽ സിദ്ധി മാത്രം മതിയാവില്ല, മികച്ച പരിശീലനവും വേണം. ക്രിക്കറ്റ് സച്ചിന് അവസരങ്ങളുടെ ജാലകം തുറന്നുകൊടുക്കും. സ്കൂൾ അടച്ചാലുടൻ അവനെ പരിശീലനത്തിനയക്കാൻ അജിത് ടെണ്ടുൽക്കർ തീരുമാനിച്ചു. ദാദറിലെ ശിവാജി പാർക്കിൽ രമാകാന്ത് അച്ചിരേക്കർ കുട്ടികൾക്ക് ക്രിക്കറ്റ് പരിശീലനം നൽകുന്നുണ്ട്. 1984 മധ്യവേനൽ അവധിക്കാലത്ത് അജിത് ടെണ്ടുൽക്കർ സച്ചിനെ അച്ചിരേക്കർക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ കുട്ടി അല്പം കൂടി വളരട്ടെ, അതിനുശേഷം കൊണ്ടുവരൂ, അച്ചിരേക്കർ അജിത്തിനെ ഉപദേശിച്ചു. പക്ഷേ അനുജന്റെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്ന അജിത്ത് പിന്മാറാൻ തയ്യാറായില്ല. അങ്ങ് സച്ചിനെ നോക്കുന്നുവെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് അവന് കഴിവ് പുറത്തെടുക്കാനാവാത്തത്. അല്പം അകലെ മാറി നിന്ന് അവൻ അറിയാതെ അവനെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഭയമില്ലാതെ അവൻ ബാറ്റ് ചെയ്യും, അജിത്ത് അദ്ദേഹത്തോട് പറഞ്ഞു. അജിത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ ഒരു പരീക്ഷണത്തിന് അച്ചിരേക്കർ തയ്യാറായി. സച്ചിന്റെ ബാറ്റിംഗ് അജിത്തിനൊപ്പം അല്പം അകലെ നിന്ന് വീക്ഷിക്കുകയായിരുന്നു അച്ചിരേക്കർ. സച്ചിനെ പരിശീലിപ്പിക്കാമെന്ന് അജിത്തിന് ഉറപ്പു നൽകി. സച്ചിന്റെ ക്രിക്കറ്റ് പരിശീലനം 2 ആഴ്ച പിന്നിട്ടു. നെറ്റ്സിലെ പരിശീലനത്തിൽ നിന്നും ക്രിക്കറ്റ് മത്സരങ്ങളിലേക്ക് ഈ ബാലനെ ഇറക്കാൻ സമയമായെന്ന് അച്ചിരേക്കർക്ക് തോന്നി തുടങ്ങി. രാവിലെയും വൈകിട്ടുമുള്ള കഠിന പരിശീലനത്തിലൂടെ അവന്റെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തുന്നതിലായി പിന്നീട് അച്ചിരേക്കറുടെ ശ്രദ്ധ. ബാന്ദ്രയിൽ നിന്നും ശിവാജി പാർക്കിലേക്ക് പരിശീലനത്തിനായി നടത്തുന്ന യാത്രകളിൽ ചിലപ്പോഴൊക്കെ അജിത്തും സച്ചിനൊപ്പം ചേരും. 45 മിനിറ്റിലേറെ നീളുന്ന ഈ ബസ് യാത്രകളിൽ അജിത്ത് വിവിധ ബാറ്റിംഗ് ശൈലികളെക്കുറിച്ച് സച്ചിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യ ക്രിക്കറ്റ് മത്സരങ്ങളിലെ സച്ചിന്റെ പ്രകടനം നിരാശാജനകമായിരുന്നു. പക്ഷേ പതുക്കെ അവൻ മെച്ചപ്പെട്ടു തുടങ്ങി. കൂടുതൽ റൺസ് നേടാൻ എത്രമാത്രം കഠിന പരിശീലനത്തിനും അവൻ തയ്യാറായിരുന്നു. വിക്കറ്റിനിരുവശത്തേക്കും പന്തിനെ ഊക്കോടെ അടിച്ചു തെറിപ്പിക്കുന്നതിൽ സച്ചിൻ മികവ് പുലർത്തി.
പന്തിനെ ബാറ്റ് കൊണ്ട് ആഞ്ഞടിക്കുമ്പോഴുണ്ടാവുന്ന ശബ്ദം ഒരു ലഹരി പോലെ ഈ ബാലനെ ആവേശിച്ചു. അനിർവചനീയമായ 3 കാര്യങ്ങളാണ് ഒരു മികച്ച ക്രിക്കറ്റ് ബാറ്റ്സ്മാനെ സൃഷ്ടിക്കുന്നതെന്നായിരുന്നു അച്രേക്കറുടെ മതം. ടൈമിങ്ങും ഫുട്വർക്കും ജഡ്ജ്മെന്റുമാണത്. അച്രേക്കർ സച്ചിനെ കൂടുതൽ മനസ്സിലാക്കി. തന്റെ തന്നെ ക്രിക്കറ്റ് ക്ലബ്ബായ കാമത്ത് മെമ്മോറിയൽ ക്രിക്കറ്റ് ക്ലബ്ബിൽ അദ്ദേഹം സച്ചിനെ അംഗമാക്കി. 1984 5ാം ക്ലാസ് വിദ്യാർത്ഥിയായി സച്ചിൻ ദാദറിലെ ശാരദാശ്രം സ്കൂളിലെത്തി. ക്രിക്കറ്റ് പരിശീലനം ഇതോടെ കൂടുതൽ സുഗമമായി. വിക്കറ്റിനുമേലെ 1 രൂപ നാണയം സ്ഥാപിച്ച ശേഷം നിശ്ചിത ഓവർ സമയം ആ നാണയം വീഴാതെ സൂക്ഷിച്ചാൽ അത് സ്വന്തമാക്കാൻ അച്രേക്കർ തന്റെ ശിഷ്യന്മാർക്ക് അവസരം നൽകിയിരുന്നു. അങ്ങനെ പലപ്പോഴും സച്ചിൻ തന്റെ വിക്കറ്റിനുമേലെ സൂക്ഷിച്ച നാണയങ്ങൾ സ്വന്തമാക്കി. 1985 കാങ് ലീഗ് ക്രിക്കറ്റിൽ കൂടി പങ്കെടുക്കാനായതോടെ ബോംബെയിലെ അണ്ടർ 50 ക്രിക്കറ്റ് സ്ക്വാഡിലേക്ക് സച്ചിന് വഴിയൊരുങ്ങി. കൂടുതൽ തീവ്ര പരിശീലനം സച്ചിന് നൽകാനായിരുന്നു ഈ സമയത്ത് അച്രേക്കർ തീരുമാനിച്ചത്. ശിവാജി പാർക്കിലും ആസാദ് മൈതാനത്തും തെക്കൻ ബോംബെയിലെ ക്രോസ് മൈതാനത്ത് നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങളിൽ അദ്ദേഹം സച്ചിനെ പങ്കെടുപ്പിച്ചു. നിരന്തരമുള്ള ഇത്തരം പരിശീലന മത്സരങ്ങൾ ആ ബാലന് ഗുണകരമായി. 1986-87 സീസണിൽ സച്ചിന്റെ ബാറ്റിംഗ് മികവിലൂടെ ഗൈൽസ് ഷീൽഡും ഹാരിസ് ഷീൽഡും ശാരദാശ്രം സ്കൂൾ സ്വന്തമാക്കി. ഒപ്പം വെസ്റ്റ് സോൺ അണ്ടർ 50 ക്രിക്കറ്റ് സ്ക്വാഡിലേക്ക് സച്ചിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. സച്ചിൻ എന്ന പ്രതിഭയെക്കുറിച്ച് ബോംബെ നഗരം ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. സച്ചിന്റെ കൈകളുടെ ചലനവും ബാറ്റ് ചെയ്യുമ്പോൾ പന്തിലേക്കുള്ള ഉറ്റുനോട്ടവും വരെ ആളുകൾ ചർച്ച ചെയ്തു. വിക്കറ്റിൽ നിന്നും അടിച്ചകറ്റാൻ ബുദ്ധിമുട്ടുന്ന പന്തുകൾ പോലും സച്ചിൻ അനായാസമായി കൈകാര്യം ചെയ്യുന്നു. അവന്റെ ബാറ്റിംഗ് ശൈലി അത്രമാത്രം എല്ലാവരെയും ആകർഷിച്ചിരുന്നു. കഠിനാധ്വാനം കൊണ്ട് താൻ നേടിയ കഴിവുകളെ മറ്റുള്ളവർ വാഴ്ത്തുന്നതും സച്ചിൻ ആസ്വദിച്ചു. 1987 ഏതാനും മാസങ്ങൾക്ക് ശേഷം ക്രിക്കറ്റ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയിൽ സച്ചിന് അംഗത്വം നൽകാൻ ICC തീരുമാനിച്ചു. ആദ്യമായായിരുന്നു 18 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് ICC അംഗത്വം നൽകുന്നത്. 1988 ഇന്ത്യൻ ക്രിക്കറ്റ് ക്ലബിന്റെ നെറ്റ്സിൽ സച്ചിൻ ടെണ്ടുൽക്കർ പ്രാക്ടീസ് നടത്തവേ ബോംബെയുടെ ദിലീപ് വെങ്സർക്കർ അവിടെ എത്തി. നെറ്റ്സിൽ പന്തെറിയുന്ന കപിൽ ദേവിനെ സച്ചിൻ നേരിട്ട രീതി വെങ്സർക്കർക്ക് നന്നേ ബോധിച്ചു. ദേശീയ പ്രാധാന്യമുള്ള മത്സരങ്ങൾ കളിക്കാൻ സച്ചിൻ പാകപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം സെലക്ടർമാരോട് പറഞ്ഞു. ബോംബെ ഗുജറാത്ത് മത്സരത്തിന് സജ്ജമാകാൻ സെലക്ടർമാരിൽ നിന്നും സച്ചിന് നിർദ്ദേശമെത്തി. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തന്നെ സച്ചിൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ആദ്യ സെഞ്ചുറി കുറിച്ചു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി തികയ്ക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനായി സച്ചിൻ മാറി. 1988-89 ക്രിക്കറ്റ് സീസൺ അവസാനിക്കുമ്പോൾ 64.77 എന്ന ബാറ്റിംഗ് ശരാശരിയുമായി ഇന്ത്യൻ ക്രിക്കറ്റിൽ തനിക്കുള്ള സ്ഥാനം ആ 15-കാരൻ അരക്കിട്ടുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. 1989 നവംബർ-ഡിസംബർ മാസങ്ങളിലായി നടക്കുന്ന ഇന്ത്യൻ ടീമിന്റെ പാകിസ്ഥാൻ പര്യടനത്തിൽ സച്ചിനെയും ഉൾപ്പെടുത്തി. ഇന്ത്യ-പാക് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് എപ്പോഴും ഒരു യുദ്ധത്തിന്റെ പ്രതീതിയാണുള്ളത്. ചരിത്രപരമായുള്ളതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത. വിഭജനകാലത്ത് ഇരു രാജ്യങ്ങളിലെയും മനുഷ്യർ പരസ്പരം ഏൽപ്പിച്ച മുറിവുകൾ ഇപ്പോഴും ഉണങ്ങാതെ നിൽക്കുന്നു.